2 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്പെഷ്യൽ ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റിക്കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രം ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സ്നാക്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഏത്തപ്പഴമാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് 2 സൈഡും ഒന്ന് മുറിച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ആവി കയറി അത് കഴിഞ്ഞിട്ട് എടുത്ത് ചൂടാറാൻ വെച്ചു. അത് കഴിഞ്ഞ് തൊലി കളഞ്ഞിട്ട് ഒന്ന് ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത്തപ്പഴം ചെറുതായിട്ട് ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട് നെയ്യിലിട്ട് വഴറ്റി അങ്ങനെ വെന്ത് വരുമ്പോൾ ഉടച്ചെടുത്താലും മതി. ഇപ്പോൾ ഇവിടെ 50 നോയമ്പ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ആവിയിൽ കയറ്റി ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഏത്തപ്പഴത്തിൻ്റെ മിക്സിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറുത്ത മുന്തിരി റെസിൻസ് ആണെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഏത്തപ്പഴവും തേങ്ങയുടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക 2 എടുത്ത് ചെറുതായിട്ട് ചതച്ചെടുത്തൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏത്തപ്പഴത്തിൻ്റെ തേങ്ങയുടെയും ആ മിക്സിലേക്ക് നമ്മൾ പഞ്ചസാരയും ഏലക്കായൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ള മോഡിൽ ഇത് പ്രസ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു മോഡാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന മിക്സ് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഫില്ലാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഈ സ്നാക്ക് കുറച്ചുകൂടെ റിച്ച് ആക്കണമെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂണുള്ള റവ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നട്ട്സൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ റിച്ചായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് എല്ലാം മുകളിൽ നന്നായിട്ട് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ ആപ്പച്ചമ്പിൽ വെള്ളം വെച്ച് ചൂടായി കിടക്കുകയാണ്. അതിലോട്ട് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ആവി കയറ്റി എടുക്കുന്നു. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഇത് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഒന്ന് തണുക്കുകയും ചെയ്യണം. അങ്ങനെ തണുത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫോർക്ക് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുത്താൽ മതി.
അപ്പോഴത്തേക്ക് തന്നെ ഇത് നമ്മൾ ഓയിലൊക്കെ തേച്ച് ആയതുകൊണ്ട് പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ എല്ലാം പ്ലേറ്റിലോട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ ഈവനിങ് സ്നാക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.